ഞാൻ ജൂഡി. ഇനി നമുക്ക് ഇൻവെർട്ടിബിൾ സിബ് എങ്ങനെ വെക്കാമെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഇൻവെർട്ടിബിൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഫൂട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, സിംഗിൾ ഫൂട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സിബ് നമുക്ക് തയ്ക്കേണ്ട തുണിയിലേക്ക് നമ്മളിങ്ങനെ അങ്ങ് വെക്കാം. നേരെ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത്, അതായത് നമ്മൾ സിബ് വെക്കില്ലേ ആ ഭാഗത്ത് ഇങ്ങനെ അകത്തോട്ട് ഒന്ന് മടക്കാം. ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ സിബ് ദേ ഇങ്ങനെ അങ്ങ് മുകളിലോട്ട് ഒന്ന് മടക്കി വയ്ക്കാം. എന്നിട്ട് ഈ സിബും അതുപോലെ തന്നെ മുകളിലോട്ടൊന്ന് മടക്കാം. എന്നിട്ട് ആദ്യം മുതലേ നമ്മളിങ്ങനെ അങ്ങ്, മനസ്സിലായോ? ഒന്നും കൂടെ കാണിച്ചു തരാം. സിബ് എടുക്കുക, സിബ് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് മടക്കുന്ന രീതിയിൽ ആക്കി വയ്ക്കുക. എന്നിട്ട് മുകൾ വരെ ആ കറക്റ്റ് ഇതിലൊന്ന് പിടിക്കാം. അതിന് ശേഷം നമ്മൾ തയ്ച്ചു കൊടുക്കണം. തുണിയൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിബിൻ്റെ ആ ഭാഗമില്ലേ അതൊന്ന് അകത്ത് വെക്കണം. അപ്പോൾ കൂടുതൽ അകത്തേക്ക് തയ്യൽ വരും. അപ്പം നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആ സിബൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് തയ്യൽ വരുന്ന രീതിയിൽ തയ്ക്കണം. അങ്ങനെ എൻഡ് വരെ തയ്ക്കാം. ആ തയ്ക്കുന്നതനുസരിച്ച് നമ്മൾ ആ സിബൊന്ന് അകത്തി കൊടുക്കണം. അകത്തി കൊടുക്കുമ്പോഴാണ് ആ സ്റ്റിച്ച് അതിനകത്തേക്ക് കറക്റ്റായിട്ട് വീഴുള്ളൂ. അങ്ങനെ ഫുള്ള് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിനുശേഷം ഇനി അപ്പുറത്തെ വശവും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ആ തുണി ഞാൻ നേരെ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടിട്ടാണ് തയ്ക്കുന്നത്. ആ സിബ് അതായത് ആ നേരെ ഇരിക്കുന്ന സിബ് അകത്തോട്ട് എടുത്തിട്ടാണ് ഒന്ന് മടക്കുക. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നേരെ വെച്ചിട്ടല്ല തയ്ക്കുന്നത്. ഈ സിബ് നേരെ ഇരിക്കുന്ന ഭാഗം അകത്തോട്ടിങ്ങനെ എടുക്കും, കണ്ടില്ലേ? എന്നിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ആ സിബിൻ്റെ അരികിലൂടെ ചേർത്ത് ഇങ്ങനെ അകത്തി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ കുറച്ചുകൂടെ ആ ഇൻവിസിബിൾ സിബായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അകത്തി വെച്ച് കൊടുക്കണം ആ സിബ്. അങ്ങനെ അറ്റം വരെ നമ്മൾ തയ്ക്കുക. എവിടം വരെയാണോ നമുക്ക് വേണ്ടത് അവിടം വരെ തയ്ക്കുക. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഈ ഇൻവിസിബിൾ സിബ് ഈ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അധികം റിസ്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കണ്ടോ? വളരെ എളുപ്പം തന്നെ നമ്മളത് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സിബ് കയറ്റുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാത്ത രീതിയിൽ നമുക്ക് ഇടാൻ പറ്റും. കണ്ടില്ലേ? വളരെ എളുപ്പം തന്നെ നമുക്ക് വെറും 5 മിനിറ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇപ്പോൾ സിബ് ഉണ്ടെന്ന് പോലും നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ഇന്ന് ടെൻഷൻ അടിച്ച് കഷ്ടപ്പെട്ടൊന്നും തയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടിയിലത്തെ സിബ് നമുക്ക് അകത്തോട്ട് കയറ്റാം. അകത്തോട്ട് കയറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരിതും നമുക്ക് മാറി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഡ്രസ്സിലൊന്നും വെച്ച് തയ്ച്ചതല്ല, ജസ്റ്റ് ഒന്ന് ഈ ഒരു ട്രിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് തയ്ച്ചതാണ്. ഓക്കെ,
ഇതൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സിബ് വയ്ക്കാൻ കഷ്ടപ്പെടുന്നവർ ഈ രീതി ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, താങ്ക് യു.